നമസ്കാരം, എല്ലാവർക്കും ഫുൾ മൂൺ മെഡിറ്റേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറക്കുക. ചുറ്റുമുള്ള എല്ലാത്തിനെയും അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഞാൻ പറയുന്നത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വളരെ സ്വസ്ഥവും സമാധാനവും അതുപോലെ തന്നെ ആരും ശല്യപ്പെടുത്താത്തതുമായ ഒരു ഇടം കണ്ടെത്തുക. അവിടെ ഇരുന്നിട്ടോ കിടന്നിട്ടോ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ശ്വാസം നിങ്ങൾ 3 തവണ ദീർഘമായി ശ്വസിച്ച് ശ്വാസം പുറത്തേക്ക് വിടണം. ഓരോ തവണ ശ്വാസം എടുക്കുന്നതും നിങ്ങൾ മൂക്കിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടുന്നത് വായിലൂടെയും ആയിരിക്കണം. ദീർഘമായി ശ്വസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലും ആ വായു വന്ന് നിറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയണം. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് പതുക്കെ വിടുക. ഓക്കെ, സ്റ്റാർട്ട്. നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളും റിലാക്സ്ഡ് ആവുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. ഓരോ ശരീരഭാഗത്തെയും മനസ്സിൽ കാണുക. ഓരോരോ ശരീരഭാഗങ്ങളും റിലാക്സ്ഡ് ആവുന്നതായിട്ട് നിങ്ങൾ അറിയുകയാണ്. നിങ്ങളുടെ ഓരോരോ ശരീരഭാഗങ്ങളും പതുക്കെ പതുക്കെ റിലാക്സ്ഡ് ആയി വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. വളരെ സാവധാനം ഓരോരോ ഭാഗങ്ങളും അയഞ്ഞ് വരുന്നതായിട്ട് മനസ്സിൽ കാണുക. ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ആത്മാവിനുള്ള വിശുദ്ധ നിമിഷമാണ്. നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ തീർത്തും സുരക്ഷിതനാണ്. നിങ്ങളുടെ ശ്വാസം സാധാരണ രീതിയിലാകട്ടെ. നിങ്ങൾ സാധാരണ രീതിയിൽ ശ്വസിക്കുന്നത് പോലെ തന്നെ തുടരുക. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും ചെറിയൊരു തണുപ്പ് നിങ്ങളുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് ചെറിയൊരു ചൂട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ ജീവനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ജീവൻ നിങ്ങളിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വരുമ്പോഴും നിങ്ങളുടെ ശരീരം എല്ലാവിധ മാനസിക പിരിമുറുക്കങ്ങളെയും അകറ്റി പുറത്തേക്ക് എല്ലാ ഭാരങ്ങളെയും വിട്ടുകൊടുക്കുന്നതായിട്ട്, മനസ്സിലെ എല്ലാ തിന്മകളെയും എല്ലാ മോശമായ കാര്യങ്ങളെയും പുറത്തേക്ക് തള്ളിവിടുന്നതായിട്ട് മനസ്സിൽ കാണുക. ഓരോ ശ്വാസത്തിനുമൊപ്പം നിങ്ങളുടെ നാഡീവ്യൂഹം ശാന്തമാകുന്നു. മനസ്സ് ശാന്തമാകുന്നു. മനസ്സ് ശാന്തമാകുന്നു. മനസ്സ് ശാന്തമാകുന്നു. നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തലമുടിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ നെറ്റി, കണ്ണുകൾ, ചുണ്ട്, താടി എന്നിവ മനസ്സിൽ കാണുക. എല്ലാം റിലാക്സ്ഡ് ആവുന്നതായിട്ടും ഓരോ നാഡീവ്യൂഹത്തിലേക്കും ഈ ശാന്തത കൈവരിക്കുന്നതായിട്ടും നിങ്ങൾ കാണുക. നിങ്ങളുടെ ഓരോരോ ശരീരഭാഗങ്ങളും റിലാക്സ്ഡ് ആവുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ കഴുത്ത്, തോളുകൾ, നിങ്ങളുടെ നെഞ്ച്, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ അരക്കെട്ട്, നിങ്ങളുടെ കാലുകൾ, വിരലുകൾ, പാദം എല്ലാം തന്നെ റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ വർഷങ്ങളായിട്ട് ചുമക്കുന്ന എല്ലാ ഭാരങ്ങളും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാ ഭാരങ്ങളും നിങ്ങൾ ഇത്രയും വർഷമായി ചുമക്കുന്ന എല്ലാ വിഷമങ്ങളും, സങ്കടങ്ങളും, കുറ്റബോധങ്ങളും, ഗിൽറ്റ്, നിങ്ങൾക്ക് ആരെങ്കിലുമുള്ള ദേഷ്യം, വെറുപ്പ്, സ്വയം തോന്നുന്ന ആ ഒരു അവനവനോട് തന്നെ തോന്നുന്ന ഒരു വെറുപ്പ്, അതേപോലെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള വേദനകൾ എല്ലാം തന്നെ നിങ്ങൾ മനസ്സിൽ കാണുക. ആ ഒരു ഭാരം നിങ്ങളുടെ വയറിന് ചുറ്റും ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആ ഭാരം മുഴുവൻ ഒരു വലിയൊരു ഗോളമായിട്ട് ആ ചങ്ങലയുടെ അറ്റത്ത് നിങ്ങളുടെ
ശരീരത്തോട് ചേർന്ന് നിങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ കാണുക. ആ ഒരു ഭാരം വലിയൊരു ഭാരമാണത്, വലിയൊരു ഗോളമാണത്. ഒരു ലോഹ ഗോളം പോലെ വലിയൊരു ഗോളം. ആ ഗോളം ഒരു ചങ്ങലയായി നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പുറത്തേക്ക് എമിറ്റ് ചെയ്ത ആ മുഴുവൻ തിന്മകളും, ആ മോശം എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും, സങ്കടങ്ങളും, ദുരിതങ്ങളും, ദുഃഖങ്ങളും, വെറുപ്പ്, ദേഷ്യം എല്ലാം വലിയൊരു ലോഹഗോളമായി നിങ്ങളുടെ അരക്കെട്ടിനോട് ചുറ്റിപ്പിണഞ്ഞ് ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഒരു വലിയ ഗോളമായി നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു കടൽ തീരത്താണുള്ളത്. ഒരു കടൽ തീരത്തുകൂടെ നിങ്ങൾ ഈ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഈ ഗോളവുമായിട്ട് നിങ്ങൾ പതുക്കെ നടക്കുകയാണ്. നിങ്ങൾക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ നടക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി ഈ ഗോളവും വലിച്ചാണ് നിങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ സമയം രാത്രിയാണ്. ചുറ്റും ഇരുട്ട് മാത്രം. നിങ്ങൾ കേൾക്കുന്നത് തിരമാലയുടെ ആ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. ഓരോ അല വന്ന് നമ്മളുടെ തീരത്ത് വന്നടിഞ്ഞ് ആ ശബ്ദം മാത്രം, തിരമാലയുടെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ആ കടൽ തീരത്തേക്ക് നടന്ന് പോവുകയാണ്. പതുക്കെ നടന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഗോളം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളുമാണത്, എല്ലാ ഭാരങ്ങളും, ഇത്രയും വർഷം നിങ്ങൾ ചുമന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ ആങ്സൈറ്റിയും, എല്ലാ വിഷമങ്ങളും, കഷ്ടപ്പാടുകളും, സങ്കടം, അവഗണന കൊണ്ടുണ്ടായി നിങ്ങൾക്കുള്ളിലുണ്ടായ മുറിവുകൾ എല്ലാം നിങ്ങൾ ഈ ഒരു ഗോളം നിങ്ങളെ ചുറ്റി വരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നടന്ന് കടൽ തീരത്തിൽ കടലിന് സമീപം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കാലിൽ ചെറിയൊരു നനവ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തിരമാല നിങ്ങളുടെ കാലിൽ വന്ന് തൊടുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ചുറ്റുമിരുട്ട്, അന്ധകാരം, പൂർണ്ണമായ അന്ധകാരം. ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പതുക്കെ കണ്ണുകൾ അടച്ച് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നിങ്ങൾ മനസ്സിൽ കാണുന്നു. ചുറ്റും അന്ധകാരം മാത്രം. പെട്ടെന്ന് ഒരു വെളിച്ചം അവിടെ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ വലിയൊരു ചന്ദ്രബിംബം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. വലിയൊരു ചന്ദ്രബിംബം, സാധാരണയിലും അധികം വലിപ്പമുള്ള വലിയൊരു ചന്ദ്രബിംബം നിങ്ങളുടെ മുന്നിൽ ആ കടൽ തീരത്ത്, ആ കടലിൻ്റെ അറ്റത്തായിട്ട് വലിയൊരു ചന്ദ്രബിംബം ഉയർന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ കാണാത്ത തിളക്കവും ഭംഗിയുമാണ് ആ ചന്ദ്രബിംബത്തിനുള്ളത്. മനോഹരമായ പ്രകാശം ആ പ്രദേശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഡിവൈൻ ഒരു മൊമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് പൗർണമിയാണ് എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകുന്നു. പക്ഷേ ഈ ചന്ദ്രന് സാധാരണയിലധികം വലുപ്പമുണ്ട്. വളരെ ശക്തിയുള്ള കിരണങ്ങളാണ് അത് പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾ നോക്കി നിൽക്കെ ചന്ദ്രബിംബത്തിൽ നിന്ന് നിലാവ് ഒഴുകി ചന്ദ്രൻ്റെ രശ്മികൾ ഒഴുകി നിങ്ങളുടെ മുന്നിലുള്ള കടൽ തീരത്ത് അത് പതിക്കുകയാണ്. ചന്ദ്രൻ്റെ രശ്മികൾ വന്ന് വീഴുന്ന ഒരു പ്രത്യേക പോയിന്റിലേക്ക് നിങ്ങൾ പതുക്കെ നടന്നെടുക്കുകയാണ്. അവിടെ എന്തോ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ തിളക്കമുള്ളൊരു വസ്തു അവിടെ കിടക്കുകയാണ്. നിങ്ങൾ പതുക്കെ മണ്ണ് മാറ്റി നോക്കുമ്പോൾ അവിടെ ഒരു വാള് നിങ്ങൾ കാണുകയാണ്. പണ്ട് അതിപുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാൾ, വളരെ തിളക്കമുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു വാൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. നിങ്ങൾ പതുക്കെ ആ വാൾ കയ്യിലെടുത്തു. വളരെ മൂർച്ചയേറിയ ഒരു വാളാണത്. വളരെ അതിപുരാതന കാലത്ത് ഉണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കൊത്തുപണികളും ആലേഖനങ്ങളും എല്ലാം ആ വാളിലുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള വാള് മുഴുവൻ ചെളി പിടിച്ച് ആകെ വൃത്തികേടായിരിക്കുന്നു. നിങ്ങൾ പതുക്കെ അത് ആ കടൽ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്.
കഴുകിയെടുത്ത് നോക്കുമ്പോൾ സ്വർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന ആ വാൾ നിങ്ങളുടെ കയ്യിലിരുന്ന് ചന്ദ്രന്റെ ആ രശ്മികളിൽ വെട്ടിത്തിളങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ചുറ്റും വളരെ ദൈവീകമായൊരു പ്രകാശം നിറയുന്നു. ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശം പതുക്കെ നിങ്ങളുടെ തലയോട്ടിയുടെ ഏറ്റവും മുകളിൽ വന്ന് പതിക്കുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. പതുക്കെ ആ പ്രകാശം നിങ്ങളുടെ തലയോട്ടിക്കുള്ളിലേക്ക് കടന്ന്, നിങ്ങളുടെ തലച്ചോറ് കടന്ന്, നിങ്ങളുടെ ഉള്ളിലേക്ക്, ആന്തരിക ഓരോ അവയവങ്ങളിലേക്കും ആ ചന്ദ്രൻ്റെ രശ്മികൾ ഉള്ളിലേക്ക് കടന്ന് കടന്ന് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ നാഡി ഞരമ്പിലും ആ പ്രകാശം കടന്നു പോകുന്നു. ഓരോ രക്തധമനികളിലൂടെയും ആ പ്രകാശം കടന്നു പോകുന്നു. നിങ്ങളുടെ ഓരോ കോശങ്ങളിലും ആ പ്രകാശം കടന്നു പോകുന്നു. നിങ്ങളുടെ ശരീരത്ത് ഈ ചന്ദ്രപ്രകാശം ഏൽക്കാത്ത ഒരിടം പോലും ബാക്കിയില്ല. നിങ്ങളുടെ ശരീരം മുഴുവൻ ഈ ചന്ദ്രപ്രകാശത്തിൽ ആകെ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഈ ചന്ദ്രന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിലെ എല്ലാവിധ തിന്മകളെയും ഒഴുക്കി ഒഴുക്കി കളയുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ചന്ദ്രന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ തുളച്ച് കയറി അവിടെ മുഴുവനായിട്ടും കഴുകി വൃത്തിയാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കറകളെയും ഈ ചന്ദ്രന്റെ രശ്മികൾ വന്ന് കഴുകി വൃത്തിയാക്കിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങൾ മൗനമായിട്ട് നിൽക്കുക, കണ്ണടച്ച് നിൽക്കുക. ആ വാൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. കണ്ണടച്ച് നിൽക്കുന്നു. പതുക്കെ കണ്ണു തുറന്ന് ചന്ദ്രനെ നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുന്നു. ചന്ദ്രന്റെ രശ്മികൾ കൂടുതൽ തിളങ്ങുന്നു. നിങ്ങളിലേക്ക് ആ പൗർണമിയുടെ എല്ലാ പ്രകാശവും എല്ലാ ഊർജവും നിങ്ങളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ തോന്നാത്ത ഒരു ശക്തി, ഒരു ധൈര്യം, ഒരു ആവേശം നിങ്ങളിലേക്ക് വന്ന് പടർന്നു വരുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു ഊർജം നിങ്ങളിലേക്ക് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ ശക്തിയും എടുത്ത് സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ആ അതിപുരാതനമായ സ്വർണ്ണ നിറമുള്ള വാളുകൊണ്ട് ആ ചങ്ങല, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങല നിങ്ങൾ അറുത്ത് മാറ്റുകയാണ്. ഓരോ കണ്ണി അറുക്കുമ്പോഴും നിങ്ങൾക്കറിയുന്നുണ്ട്, നിങ്ങളിലെ ഉള്ളിലുണ്ടായിരുന്ന ആ വേദനകളെ, ആ വിഷമങ്ങളെ, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഗിൽറ്റ്, ആ വിഷമം, സങ്കടം, ദേഷ്യം, പ്രയാസങ്ങൾ, നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളുമാണ് ഓരോരോ കണ്ണികളായി അറുത്തറുത്തറുത്ത് പോകുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഓരോരോ ചങ്ങലക്കണ്ണികളായി നിങ്ങൾ അറുത്തറുത്ത് മാറ്റുകയാണ്. ആ ചങ്ങല ഓരോ കണ്ണിയും അറുത്ത് മാറ്റി നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ ആ ചങ്ങല വിടുതലായി പോകുകയാണ്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങളുടെ ആ വേദനയുടെ ആ ഒരു ഗോളം, ആ ഒരു ഭാരം ചങ്ങല വിട്ട് നിങ്ങളിൽ നിന്ന് ഉരുണ്ട് ഒഴുകി അതാ കടലിലേക്ക് പോയി ചെന്ന് ചേരുന്നു. കടലിൽ ചെന്ന് ചേർന്നു. അത് കടലിൽ മുങ്ങി താഴുകയാണ്. നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോവുകയാണ്. നിങ്ങളിൽ നിന്നും ആ ഭാരം എന്നേക്കുമായി അകന്നുപോയി. അത് കടലിൽ മുങ്ങിത്താണോ? നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്രയും ദൂരത്തേക്ക് അത് ഒഴുകി മറഞ്ഞു. അത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. എന്നേക്കുമായി നിങ്ങൾ സ്വതന്ത്രനാണ്. എന്നേക്കുമായി നിങ്ങൾ ഭാരമില്ലാത്തവനാണ്. നിങ്ങളുടെ ഇത്രയും വർഷമായി നിങ്ങളെ പിടിച്ചു വെച്ചിരുന്ന, നിങ്ങളെ കെട്ടിയിട്ടിരുന്ന, നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നിരുന്ന, നിങ്ങളെ നടക്കാൻ പോലും സമ്മതിക്കാതിരുന്നിരുന്ന, നിങ്ങളെ ചുറ്റി വരിഞ്ഞു മുറുക്കി വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ആ വേദനയുടെ ഭാരമെല്ലാം തന്നെ കടലിലേക്ക് ഒഴുകി എന്നേക്കുമായി അകന്നു പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രനാണ്. ഒരു ചിന്തകളുടെ ഭാരവും നിങ്ങളുടെ മുന്നിലില്ല. നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾ ഒരുപാട് സന്തോഷവാനാണ്. ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുന്നു. ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആ ചന്ദ്രന്റെ രശ്മികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ നിങ്ങൾ ചന്ദ്രനെ നോക്കുകയാണ്. ആ ചന്ദ്രൻ നിങ്ങളെ
വളരെ സ്നേഹത്തോടെ തിരിച്ചു നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സ് ഇല്ല, ഒരു തരത്തിലുമുള്ള വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. സ്നേഹം മാത്രം, പൂർണ്ണമായ സ്നേഹം. വളരെ സ്നേഹത്തോടു കൂടി ചന്ദ്രൻ നിങ്ങളെ നോക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രപ്രകാശം ഒരു വെള്ളി നദി പോലെ നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് ഒഴുകി ശരീരം മുഴുവൻ ഒഴുകിയിറങ്ങുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ DNA വരെ ഈ ചന്ദ്രന്റെ പ്രകാശം ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ ഓരോ കോശവും ഉണരുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഒരു ശബ്ദം മന്ത്രിക്കുകയാണ്. പഴയ ബന്ധങ്ങൾ, പരാജയങ്ങളുടെ ഓർമ്മകൾ, എനിക്ക് കഴിയില്ല എന്നുള്ള ആ തരത്തിലുള്ള എല്ലാവിധ ചിന്തകളും എന്നിൽ നിന്ന് വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശബ്ദം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ സ്വയം, ഞാൻ ഈ പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക 3 തവണ. എൻ്റെ ആത്മാവിനെ ഇനി സേവിക്കാത്ത എല്ലാ ബന്ധനങ്ങളും ഞാനിപ്പോൾ പൂർണ്ണമായും വിട്ടുകളയുന്നു. എൻ്റെ ആത്മാവിനെ 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 സേവിക്കാത്ത എല്ലാ ബന്ധനങ്ങളും ഞാനിപ്പോൾ പൂർണ്ണമായും വിട്ടുകളയുന്നു. നിങ്ങളുടെ നെഞ്ച് വളരെ ലഘുവാവുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ശ്വാസം വളരെ ആഴത്തിലുള്ളതാവുന്നതായി നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും പകരമായി ചന്ദ്രപ്രകാശം ഒരു ചെറിയ ചൂടുള്ള സ്നേഹ സ്പർശമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഏറ്റുപറയുക. എനിക്കെന്നിൽ വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സ് സുരക്ഷിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ കൈപ്പിടിക്കുള്ളിലാണ്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സ് സുരക്ഷിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ കൈപ്പിടിയിലാണ്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സ് സുരക്ഷിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ കൈപ്പിടിയിലാണ്. നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ സത്യമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയം വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈ വാക്കുകൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ചന്ദ്രപ്രകാശത്തിൽ നിങ്ങൾ ഒരു വാതിൽ കാണുകയാണ്. ഇരുട്ടിന് മുന്നിൽ ഒരു വാതിൽ അടഞ്ഞു നിൽക്കുന്ന ഒരു വാതിൽ നിങ്ങൾ കാണുകയാണ്. ആ വാതിലിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു 2026 എന്ന്. ആ വാതിൽ നിങ്ങൾ പതുക്കെ തുറക്കുന്നു. അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ വർഷം നടക്കാനായിട്ട് സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോരോ ആഗ്രഹങ്ങൾ, നിങ്ങൾ ആ 5 ആഗ്രഹങ്ങൾ നിങ്ങൾ ആ തുറന്ന വാതിലിനുള്ളിൽ നിങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ്. ഓരോരോ ആഗ്രഹങ്ങളായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഓരോന്നും നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ കൺമുന്നിൽ ആ തുറന്ന വാതിലിലൂടെ ആ ഓരോ ആഗ്രഹങ്ങളും അവിടെ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ മനോഹരമായ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ ഒരു വാതിലിലൂടെ എന്ന പോലെ നിങ്ങൾ കാണുക. നിങ്ങളുടെ പുതിയ വീട്, നിങ്ങളുടെ പുതിയ കാറ്, നിങ്ങളുടെ പുതിയ ജോലി, നിങ്ങളുടെ സ്നേഹമുള്ള വളരെ സന്തോഷവാനായ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ മനോഹരമായ ജീവിതം നിങ്ങൾ കാണുക. സന്തോഷത്തോടെ പുഞ്ചിരിക്കുക. നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ പതുക്കെ പറന്ന് ചന്ദ്രബിംബത്തിൽ ചെന്ന് ലയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ പുതിയ വീട്, നിങ്ങളുടെ പുതിയ കാറ്, നിങ്ങളുടെ ജോലി,
നിങ്ങളുടെ സന്തോഷവാനായ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ സന്തോഷകരമായ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലക്ഷറിയസ് ആയ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ സക്സസ്ഫുൾ ആയ ബിസിനസ് എല്ലാം പതുക്കെ പറന്ന് 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 ചന്ദ്രബിംബത്തിൽ ചെന്ന് ചേരുന്നതായി, അലിഞ്ഞു ചേരുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ആ പ്രധാനമായ 5 സ്വപ്നങ്ങൾ എല്ലാം തന്നെ സംഭവിച്ചു കഴിഞ്ഞതായി നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളത് ജീവിക്കുന്നു, നിങ്ങളത് അനുഭവിക്കുന്നു. അത് നിങ്ങളാണ്, അത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ആ ജീവിതം ലഭിച്ചതിൻ്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഫീൽ ചെയ്യുക. സന്തോഷവാനാകുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ സ്വപ്ന ജീവിതം നിങ്ങളുടെ മുന്നിൽ സംഭവിച്ചു കഴിഞ്ഞതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളുടെ മുന്നിൽ കണ്ടതിൻ്റെ സന്തോഷം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുക. പുഞ്ചിരിക്കുക, സന്തോഷിക്കുക. ശരീരത്തിൻ്റെ ഓരോ നാഡിഞരമ്പും ഓരോ രക്തധമനികളും ഓരോ കോശങ്ങളും സന്തോഷിക്കട്ടെ. സന്തോഷം മാത്രം നിങ്ങളുടെ ശരീരത്തിൽ വന്ന് നിറയട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ചെന്ന് അലിഞ്ഞു ചേർന്ന് ആ ചന്ദ്രബിംബത്തിൽ നിന്നുള്ള ആ ഡിവൈനായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആ കിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും ഏറ്റുപറയുക. ഇതെൻ്റെ ജീവിതമാണ്, ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ സ്വപ്ന ജീവിതമാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെൻ്റെ സ്വപ്ന ജീവിതമാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെൻ്റെ സ്വപ്ന ജീവിതമാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ ഒരുപാട് ആഹ്ലാദിക്കുക, ഒരുപാട് സന്തോഷിക്കുക. എല്ലാത്തിനും നന്ദി പറയുക. എല്ലാത്തിനും ചന്ദ്രബിംബത്തോട് നന്ദി പറയുക. ഈ പൗർണമിയോട്, ഈ പ്രകൃതിയോട്, ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ഈ തന്നതിനെല്ലാം നന്ദി പറയുക. സംഭവിച്ചതിനെല്ലാം നന്ദി പറയുക. ഇനി വരാൻ പോകുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുക. ആ ഊർജത്തെ നിങ്ങളിലേക്ക് സ്വീകരിക്കുക. നിങ്ങളിപ്പോൾ ആ കടൽ തീരത്ത് ആ തിരമാലകളുടെ ശബ്ദം മാത്രം ശ്രവിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രനിൽ നിന്ന് ലഭിച്ച ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ സ്വപ്നതുല്യമായ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ശരീരത്തിലും മനസ്സിലും ഉണ്ടായിരുന്ന എല്ലാ മുറിവുകളെയും എല്ലാ മുറിപ്പാടുകളെയും ഉണക്കി കഴുകി വൃത്തിയാക്കി ഒരു പുതിയ മനുഷ്യനായി ആ കടൽ തീരത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും പൂർണ്ണചന്ദ്രൻ്റെ രശ്മികൾ മാത്രം. നിങ്ങളെ ഒരു മേഘപടലം പോലെ ചുറ്റും പൊതിഞ്ഞിരിക്കുകയാണ് ചന്ദ്രൻ്റെ രശ്മികൾ. ചന്ദ്രനിൽ നിന്നുള്ള ഊർജം നിങ്ങളുടെ ശരീരം മുഴുവൻ പടർന്ന് വരുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ഊർജം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും പടരുന്നതും അറിഞ്ഞ് അനുഭവിച്ച് സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിക്കുള്ളിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. ഇപ്പോൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്തുള്ള ആ ചെറിയ തണുപ്പിനെ അറിയുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ആ ചെറിയ ചൂടിനെ അറിയുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക. പതുക്കെ വിരലുകൾ അനക്കുക. പതുക്കെ വിരലുകൾ അനക്കുക. മുഖത്തൊരു പുഞ്ചിരി വിടരട്ടെ. ഇനി 2 കൈകളും പതുക്കെ കൂട്ടിത്തിരുമുക. നന്നായി കൂട്ടിത്തിരുമുക. നന്നായി കൂട്ടിത്തിരുമുക. ഒരു ചൂട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുള്ളിൽ അനുഭവപ്പെടും. കണ്ണ് തുറക്കാതെ ആ ചൂട് നിങ്ങളുടെ കണ്ണുകളിൽ വെക്കുക.
ആ ചൂട് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം മുഴുവൻ നിങ്ങൾ തടവുക. മുഖത്ത് നിന്ന് നിങ്ങൾ കഴുത്തിലേക്ക് ആ ചൂടുള്ള കൈകൾ കൊണ്ട് കഴുത്തിലേക്ക് തടവുക. നിങ്ങളുടെ നെഞ്ച്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആ കൈകൾ കൊണ്ട് തടവുക. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഊർജ്ജം മുഴുവൻ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും പടർന്നു വരുന്നതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട്. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇപ്പോഴിരിക്കുന്ന ഈ നിമിഷത്തിന് നന്ദി പറയുക. കൈകൾ കൂപ്പിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്, പൂർണ്ണചന്ദ്രന്, ഈ ഊർജത്തിന്, എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമിക്ക് നന്ദി പറയുക. നിങ്ങളെ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഭൂമിക്ക് നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ചുറ്റും നിങ്ങളിൽ ഊർജം നിറച്ചിട്ടുള്ള പൂർണ്ണചന്ദ്രന് നന്ദി പറയുക. പ്രപഞ്ചത്തിന് നന്ദി പറയുക. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും, എല്ലാവിധ നന്മകൾക്കും, സന്തോഷങ്ങൾക്കും, നിങ്ങളെ ഹീൽ ചെയ്തതിന് നന്ദി പറയുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ ഇന്നത്തെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.